Hello everyone. Flow of liquids എന്നുള്ള ചാപ്റ്ററിലത്തെ ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് മാനോമീറ്റർ. സോ ടുഡേ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനോമീറ്ററിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാനോമീറ്റേഴ്സ് എന്താണെന്ന് അറിയണം. അപ്പോൾ മാനോമീറ്റേഴ്സ് എന്ന് പറയുന്ന ഡിവൈസാണ്. എന്തെല്ലാം ഡിവൈസാണ്? പ്രഷർ ഡിഫറൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനാണ് മാനോമീറ്റർ എന്ന് പറയും. സോ മാനോമീറ്റേഴ്സ് ആർ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിങ് പ്രഷർ ഡിഫറൻസസ്. സോ കുറേ ടൈപ്സ് ഓഫ് മാനോമീറ്റർ ഉണ്ട്. അതിൽ നമ്മൾ ബേസിക്കലി ഹിയർ നമ്മൾ 3 ടൈപ്പ് ഓഫ് മാനോമീറ്റർ ആണ് സ്റ്റഡി ചെയ്യണത്. ദാറ്റ് ഈസ് സിമ്പിൾ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആൻഡ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ. സോ സിമ്പിൾ മാനോമീറ്റർ ഫസ്റ്റ് വൺ. സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഫ്ലൂയിഡിൻ്റെ പെർട്ടിക്കുലർ പോയിന്റില്ല ഒരു പോയിന്റിലത്തെ പ്രഷർ മാത്രം മെഷർ ചെയ്യണതാണ് സിമ്പിൾ മാനോമീറ്റർ. ദ ഫ്ലൂയിഡ് മേ ബി കണ്ടെയ്ൻഡ് ഇൻ എ പൈപ്പ് ഓർ വെസൽ. നെക്സ്റ്റ് വണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ആ പേര് സജസ്റ്റ് ചെയ്യണ പോലെ തന്നെ അതിൽ നമ്മൾ പ്രഷറിൻ്റെ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യണത്. അപ്പോൾ എന്താ, ഒരു ഫ്ലൂയിഡിൻ്റെ 2 പോയിന്റ് തമ്മിലുള്ള പ്രഷറിൻ്റെ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യണത്. ദ ഫ്ലൂയിഡ് മേ ബി കണ്ടെയ്ൻഡ് ഇൻ എ ട്യൂബ് ഓർ എ വെസൽ. So simple manometer are those measures pressure at a point in a fluid contained in a pipe or a vessel, and differential manometers measures the pressure difference between any 2 points of a fluid contained in a tube or vessel. So simple manometer again 3 types ഉണ്ട്. That is piezometer, neutral manometer and single column manometer. അതേപോലെ ഡിഫറൻഷ്യൽ മാനോമീറ്ററും 2 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആൻഡ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. തേർഡ് വൺ ഈസ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ. ഇൻക്ലൈൻഡ് മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ആ പേര് പറഞ്ഞ പോലെ ആ മാനോമീറ്റർ കുറച്ച് ചെരിഞ്ഞിട്ടാവും, ഇനി ഇൻക്ലൈൻഡ് പൊസിഷനിലാവും ആ മാനോമീറ്റർ. നെക്സ്റ്റ് വണ്ണ് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഓരോരോ 1 by 1 ആയിട്ട് ഓരോ മാനോമീറ്റേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ മാനോമീറ്റർ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ മാനോമീറ്റർ എന്താണ്, മെഷേഴ്സ് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ എ പൈപ്പ് ഓർ വെസൽ. ഒരു പോയിന്റിലത്തെ പ്രഷറാണ് മെഷർ ചെയ്യണത്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യണത് സിമ്പിൾ മാനോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിമ്പിൾ മാനോമീറ്റർ ആണ് യൂട്യൂബ് മാനോമീറ്റർ. ഇത് മോസ്റ്റ് കോമൺലി ആയിട്ട് യൂസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നല്ല സിമ്പിളാണ്. സോ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷന് നെക്സ്റ്റ് നോക്കാം. സോ നമ്മൾ ഈ ഫിഗർ നോക്കുക. സോ സിമ്പിൾ മാനോമീറ്റർ യൂട്യൂബ് മാനോമീറ്റർ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ്. ഈ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബിൽ നമ്മൾ 2 ലിക്വിഡ്സ് ഫിൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഈസ് എ ലിക്വിഡ് എ വിത്ത് ഡെൻസിറ്റി റോ എ ആൻഡ് ലിക്വിഡ് ബി വിത്ത് ഡെൻസിറ്റി റോ ബി. ആൻഡ് ഈ 2 ലിക്വിഡ് നമ്മൾ ഫില്ല് ചെയ്യും. ഈ 2 ലിക്വിഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ 2 ലിക്വിഡ് ഇമ്മിസിബിൾ ആണ്, അഥവാ 2 ലിക്വിഡ്സും മിക്സ് ആവില്ല. സോ നമുക്ക് ഈ 2 ലിക്വിഡ്സിൻ്റെ ഇൻ്റർഫേസ് കറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാം. കാരണം ഈ ലിക്വിഡ് എ കണ്ട ഇവിടെ റെഡ് ആയിട്ട്, അതേപോലെ ലിക്വിഡ് ബി ഇവിടെ. സോ ഈ 2 ലിക്വിഡ്സ് ഇമ്മിസിബിളായി കാരണം ഈ 2 ലിക്വിഡ്സിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് കറക്റ്റ്ലി ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാം. നെക്സ്റ്റ് എന്താ വെച്ചാൽ ഈ യു ഷേപ്ഡ് ആയത് കാരണത്തിന് ഇതിന് 2 ആമില്ലേ. സോ ഇതിന് 2 ആമുണ്ട്, ഒരു ലെഫ്റ്റ് സൈഡ് ആം ആൻഡ് ഒരു റൈറ്റ് സൈഡ് ആം. 2 ആമിൽ നമ്മൾ ഡിഫറെൻറ്റ് പ്രഷറാണ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ P1 പ്രഷർ ഈസ് ഹയർ ദാൻ P2. സോ എന്ത് ചെയ്യും, ഈ 2ൻ്റെ മെനിസ്കസ് നിൽക്കുന്നത് ഡിഫറെൻറ്റ് പൊസിഷനിലാവും. സോ ഇവിടെ ഒരു ഹയർ പൊസിഷനിൽ മെനിസ്കസ് നിൽക്കുന്നത്, ഇവിടെ ലോവർ പൊസിഷനിൽ മെനിസ്കസ് നിൽക്കുന്നത്. കാരണം അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രഷർ ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മളെങ്ങനെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ കുറേ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 0.1, 0.2, 0.3, 4, 5 അങ്ങനെ കുറേ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിൻറ്റിലത്തെ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രഷർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് നമുക്ക് 0.2 നോക്കാം. 0.2 എന്ന് പറയുമ്പോൾ ഇതാ. അപ്പോൾ 0.2 എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രഷർ എന്ന് പറയുമ്പം ഈ ആമിൽ അപ്ലൈ ചെയ്ത പ്രഷർ ദാറ്റ് ഈസ് P1 പ്ലസ് ഈ ഹൈറ്റിലുള്ള ലിക്വിഡിൻ്റെ പ്രഷർ. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, M+R ആണ്. സോ P1 പ്ലസ് നമ്മൾ ഈ ഹൈറ്റിലുള്ള ലിക്വിഡിൻ്റെ പ്രഷർ, നമ്മൾ HρG എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു പണ്ട്. സോ ഇവിടുത്തെ H എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് M+R. സോ P1 പ്ലസ് M+R റോ BG. ഈ ലിക്വിഡ് എന്താണ്, ലിക്വിഡ് B ആണ്. സോ റോ BG. നെക്സ്റ്റ് നമ്മൾ 0.3 പ്രഷർ
കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ 0.2 ആൻഡ് 0.3 സെയിം ലെവലാണ്. സോ നമുക്കറിയാം സെയിം ലെവലിൽ ഉള്ള രണ്ട് പോയിൻറ്റിൻ്റെ പ്രഷർ എന്ന് പറയുമ്പോൾ ഈക്വലാണ്. സോ 0.3ത്തെ പ്രഷറും P1 + M+R rho Bg. നെക്സ്റ്റ് 0.4ത്തെ പ്രഷർ എന്ന് പറയുമ്പോൾ ഈ ആമിൽ അപ്ലൈ ചെയ്ത പ്രഷർ എന്താ P2. അപ്പോൾ P2 പ്ലസ് ഈ ഹൈറ്റിലുള്ള ലിക്വിഡിൻ്റെ പ്രഷർ ദാറ്റ് ഈസ് M rho Bg. അതാണ് 0.4ത്തെ പ്രഷർ. ഈ 0.4ത്തെ നമ്മൾ 0.3നെ റിഗാർഡ് ചെയ്തിട്ട് നമ്മൾ 0.4ത്തെ പ്രഷർ പറയുമ്പോൾ ഈ 0.3ത്തെ പ്രഷറിന് നമ്മൾ ഈ ഹൈറ്റിലുള്ള ലിക്വിഡിൻ്റെ പ്രഷർ മൈനസ് ചെയ്ത് നമുക്ക് 0.4ത്തെ പ്രഷർ കിട്ടുമല്ലോ. സോ 0.3ത്തെ പ്രഷർ എന്തായിരുന്നു? ദാറ്റ് ഈസ് P1 + M + rho Bg മൈനസ് ഈ ഹൈറ്റിത്തെ ദാറ്റ് ഈസ് R rho Ag. ഇതിലുള്ള ലിക്വിഡ് A ആണ്. സോ R rho Ag. അതാണ് എന്ത് നമ്മളെ 0.4ത്തെ പ്രഷർ. സോ ഈ രണ്ട് ഇക്വേഷനും ഈക്വലാണെന്ന് അറിയാം. സോ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് P1 + M+R rho Bg മൈനസ് R rho Ag ഈക്വൽ ടു P2 + M rho Bg. ഇനി നമ്മൾ എന്ത് ചെയ്യുക? P2 - P1 അതാണ് നമ്മൾ അൾട്ടിമേറ്റ് എയിം. പ്രഷർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ P2 - P1 ഈ P2 ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ P2 - P1 ഈക്വൽ ടു M rho Bg മൈനസ് M rho Bg. ഈ M rho Bg നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് M rho Bg, അതേപോലെ മൈനസ് R rho Bg ദാറ്റ് ഈസ് ഈ R rho Bg ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് R rho Bg, പിന്നെ മൈനസ് R rho Ag ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് R rho Ag ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് R rho Bg പ്ലസ് R rho Ag. സോ നമ്മൾ ഫൈനൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ആറിനെ പുറത്ത് കൊടുമ്പോൾ നമുക്ക് റോ A മൈനസ് റോ B ഇൻറ്റു G. സോ വൺസ് അഗെയിൻ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? 0.2ത്തെ പ്രഷർ ഡിറ്റർമൈൻ ചെയ്തു. 0.2ത്തെ പ്രഷർ എന്ന് പറയുമ്പോൾ ഈ കൊടുത്ത P1 പ്രഷർ പ്ലസ് നമ്മളെ ഈ ഹൈറ്റിലുള്ള ലിക്വിഡ് ബീൻ്റെ പ്രഷർ ദാറ്റ് ഈസ് P1 + M+R rho Bg. പിന്നെ 0.3ത്തെ പ്രഷർ 0.3 ആൻഡ് 0.2 സെയിം ലെവലായതുകൊണ്ട് രണ്ട് ഈക്വലാണ്. ദാറ്റ് ഈസ് ഓൾസോ P1 + M+R rho Bg. നെക്സ്റ്റ് നമ്മൾ 0.4ത്തെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്ത് ഈ അപ്ലൈ ചെയ്ത പ്രഷർ പ്ലസ് ഈ ഹൈറ്റിത്തെ പ്രഷർ ദാറ്റ് ഈസ് P2 + M rho Bg. പിന്നെ 0.4ത്തെ പ്രഷർ നമ്മൾ 0.3 വെച്ച് പറയുമ്പോൾ ഈ 0.3ന്ന് നമ്മൾ ഈ ഹൈറ്റിത്തെ ലിക്വിഡിൻ്റെ പ്രഷർ മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? P1 + M+R rho Bg മൈനസ് R rho Ag. അങ്ങനെ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഈക്വലാണെന്ന് അറിയാം. സോ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ P1 - P2 ദാറ്റ് ഈസ് ഡെൽറ്റ P ഈസ് ഈക്വൽ ടു വാട്ട്? P1 - P2 ഈക്വൽ ടു R ഇൻറ്റു റോ A മൈനസ് റോ B ഇൻറ്റു G. ദാറ്റ് ഈസ് R ഈ ലെങ്ത് R ഇൻറ്റു റോ A ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് A ഇൻറ്റു മൈനസ് റോ B ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് B ഇൻറ്റു G ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ നോക്കാം. ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷനിൽ തന്നെ അറിയാം. നമ്മൾ M വാല്യൂ ഇക്വേഷനിൽ കാണില്ല, ആകെ എന്താ R വാല്യൂ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഡെൽറ്റ P ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് M വാല്യൂ ആൻഡ് ഡയമെൻഷൻ ഓഫ് U2. പിന്നെ ഡെൽറ്റ P ലാർജ് ആണെങ്കിൽ നമ്മൾ മാനോമറിക് ലിക്വിഡ് എന്ന് പറയുമ്പോൾ മെർക്കുറി ആവും. ഡെൽറ്റ P സ്മോൾ ആണെങ്കിൽ മാനോമറിക് ലിക്വിഡ് ഏതാണ്? ആൽക്കഹോളോ വാട്ടറോ കാർബൺ ടെട്രാക്ലോറൈഡ് ആവും. പിന്നെ നമുക്ക് സിമ്പിൾ മാനോമീറ്ററിൻ്റെ അപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ എന്താണ് മെയിനായിട്ടുള്ള എന്താണ്? നമ്മൾ പ്രഷർ ഡിഫറൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്ലൂയിഡ്സിൻ്റെ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കെമിക്കൽ റിയാക്ഷനിൽ ഏത് ഗ്യാസിൻ്റെ കൺസെപ്ഷനാണ് നടക്കുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മാനോമീറ്റേഴ്സ് വേറെ ഇതിൻ്റെ ഒപ്പം നമ്മൾ കൂടിയിട്ട് നമ്മൾ ഓരോരോ ഇത് നമ്മൾ മെഷർ ചെയ്യും. നമ്മൾ വെൻറ്റിമീറ്ററിൻ്റെ ഒപ്പം ഒറിഫൈസ് മീറ്ററിൻ്റെ ഒപ്പം മാനോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ ഹെഡ് മെഷർ ചെയ്യും. അതേപോലെ പിറ്റോ ട്യൂബിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും? വെലോസിറ്റി ഹെഡ് മെഷർ ചെയ്യും യൂസിങ് മാനോമീറ്റർ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വാട്ട്? സിമ്പിൾ മാനോമീറ്റർ. The second type of manometer is differential manometer. So ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന differential manometer is 2 U-tube fluid manometer. So ഇതാണ് 2 U-tube fluid manometer. So നമ്മൾ ആദ്യം differential manometer പറഞ്ഞ differential manometer measures difference of pressure between any two points in a pipe or a vessel containing fluid. ആൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ നമ്മൾ സ്മോൾ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ യൂസ്ഫുൾ ഫോർ മെഷറിങ് ഈവൻ സ്മോൾ ഗ്യാസ് പ്രഷർ.
സോ ഇതിൽ നമ്മൾ സിമ്പിൾ മാനോമീറ്റർ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു യൂട്യൂബ് മാനോമീറ്റർ ആണ്. ആൻഡ് വിച്ച് ഹാവ് 2 ലിക്വിഡ്സ്, ദാറ്റ് ഈസ് ലിക്വിഡ് എ ആൻഡ് ബി ആർ ഫിൽഡ്, പിന്നെ നമ്മൾ ലിക്വിഡ് സി. ആൻഡ് ഈ ലിക്വിഡ് എ ബിക്കും ഡെൻസിറ്റി ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ. ആൻഡ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കുമ്പോൾ സിമ്പിൾ മാനോമീറ്ററിന് വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു 2 enlarged ചാമ്പേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സോ സിമ്പിൾ മാനോമീറ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെ നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ പ്രഷർ ഡിഫറൻസ് വി ക്യാൻ കാൽക്കുലേറ്റ്. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P1 മൈനസ് ആർ ഇൻറ്റു റോ സി മൈനസ് റോ എ ഇൻറ്റു ജി. സോ അവിടെ നമ്മൾ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ ഓരോ പോയിൻറ്റത്തെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി വി ഗെറ്റ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു റോ സി മൈനസ് റോ ഇ. That is rho C is the density of liquid C and rho E is the density of liquid A. So ഇവിടെ നമ്മൾ rho C minus rho E, that value smaller ആവണ അനുസരിച്ച് നമ്മൾ മാനോമീറ്ററിൽ കാണിക്കുന്ന പ്രഷർ ഡിഫറൻസ് കൂടിക്കൊണ്ടേയിരിക്കും. So smaller the difference rho C minus rho E, larger will be the reading on manometer. So that is our differential manometer. Differential manometer നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് is 2 YouTube fluid manometer. So next we can look the applications of differential manometer. So differential manometers ലുള്ള micro manometers, അത് ലിക്വിഡ് കോളം പ്രിൻസിപ്പിൾ വെച്ച് ബേസ് ചെയ്തതാണ് മൈക്രോ മാനോമീറ്റേഴ്സ് ദാറ്റ് ഈസ് അവൈലബിൾ കൊമേഴ്ഷ്യലി. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഈസ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ നല്ല പ്രിസൈസ് ആണ് ആൻഡ് ഇറ്റ് ഹാവ് ഹൈ സെൻസിറ്റിവിറ്റി. സോ ഡിഫറെൻറ്റ് മാനോമീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ദ റീഡിംഗ് ഈസ് with extreme precision and sensitivity. And also നമ്മൾ നല്ല പ്രിസൈസ് ആ പറഞ്ഞു. സോ ദാറ്റ് ഈസ് ദേ ആർ ഫ്രീ ഫ്രം എറേഴ്സ്. സോ നമുക്ക് കാലിബ്രേഷൻ്റെ യൂസ് ഒന്നും ഇല്ല. കാരണം എന്താണ്, ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ കാപ്പിലറി ഉണ്ട്. നമ്മൾ അടിയത്തെ ട്യൂബ് ദാറ്റ് ഈസ് വെരി നാരോ ആയിട്ടുള്ള ട്യൂബാണ്. സോ നമ്മൾ കാലിബ്രേഷൻ ചെയ്യേണ്ട ഒരു യൂസ് ഇല്ല. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സോ നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് യൂട്യൂബ് ഫ്ലൂയിഡ് മാനോമീറ്റർ ആയിരുന്നു. സോ നമ്മൾ സിമ്പിൾ മാനോമീറ്ററിൻ്റെ സെയിം പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ദ പ്രഷർ ഡിഫറൻസ് ഇക്വേഷൻ ഇസ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P1 മൈനസ് P2 ഈക്വൽ ടു ആർ ഇൻറ്റു റോ സി മൈനസ് റോ ഇ ഇൻറ്റു ജി. ആൻഡ് നമ്മൾ അപ്ലിക്കേഷൻസും പറഞ്ഞു. സോ നമ്മൾ മൂന്നാമത്തെ മാനോമീറ്ററാണ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ. അപ്പോൾ ഇൻക്ലൈൻഡ് മാനോമീറ്റർ എന്ന് പറയുമ്പോൾ മൈന്യൂട്ട് പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാനോമീറ്ററാണ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ. ആൻഡ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ ഒരു സ്ലാൻഡ് മാനോമീറ്ററാണ്. അതൊരു സിമ്പിൾ മാനോമീറ്ററിൻ്റെ മോഡിഫിക്കേഷനാണ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ. സോ ഇൻക്ലൈൻഡ് മാനോമീറ്റർ മെഷേഴ്സ് ദ മൈന്യൂട്ട് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ് ഇൻ എ ഫ്ലൂയിഡ് കണ്ടെയ്നിങ് എ പൈപ്പ് ഓർ വെസൽ. നമ്മൾ എല്ലാ മാനോമീറ്റേഴ്സിൽ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ഇവിടെ പ്രഷർ ഡിഫറൻസ് എന്താവും, മൈന്യൂട്ട് ആവുന്നേ ഉള്ളൂ. അത് പിന്നെ ഒരു സ്ലാൻഡ് മാനോമീറ്റർ ആണെന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു സിമ്പിൾ മാനോമീറ്ററിൻ്റെ മോഡിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സിമ്പിൾ മാനോമീറ്റർ എടുത്തിട്ട് നമ്മൾ അതിന് കുറച്ച് ഇൻക്ലിനേഷൻ കൊടുത്താൽ എന്താവും, അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കുറച്ച് ചെരിച്ച് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഇൻക്ലൈൻഡ് മാനോമീറ്റർ എന്ന് പറയും. നമ്മളിങ്ങനെ ഇൻക്ലിനേഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മാനോമീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. കാരണം നമ്മൾ അത്രയ്ക്കും മൈന്യൂട്ട് പ്രഷർ ഡിഫറൻസ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിമ്പിൾ മാനോമീറ്റർ തന്നെയാണ് ഒരു ഇൻക്ലൈൻഡ് മാനോമീറ്റർ. അതിൻ്റെ മോഡിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ആം നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിൽ ക്യാപ്റ്റ് ചെയ്യും. ആൻഡ് അതർ ആം നമ്മളൊരു ആംഗിളിൽ ഇൻക്ലൈൻ ചെയ്ത് വെക്കും. ആംഗിൾ മേ ബി ആംഗിൾ ആൽഫ. സോ നെക്സ്റ്റ് നമുക്ക് ഇൻക്ലൈൻഡ് മാനോമീറ്ററിൻ്റെ പ്രഷർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് എൻ ഇൻക്ലൈൻഡ് മാനോമീറ്റർ വിച്ച് ഹാവ് 2 limb, that is a left limb and a right limb, and the pressure applied in the left limb is P and pressure applied in the right limb is PB. And we have here 2 liquids of density rho A and rho B. So now we have to find PA minus PB. So the manometer is inclined at an angle alpha, so which is equal to this angle alpha. So when you are constructing a triangle here, this angle is equal to alpha, and this length is r1, that is this length is equal to r1, and this height, that is the height of the triangle, is equal to r. സോ നമ്മളിവിടെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഇക്വേഷൻ എച്ച് റോ ജി, എച്ച് റോ ജിത്തെ എച്ച് ആണ് ഈ ആർ എന്ന് പറഞ്ഞത്. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ എച്ച് ഇൻ ടേംസ് ഓഫ് ആൽഫ. സോ
ഈ ട്രയാങ്കിൾ നമ്മളിവിടെ ഒന്ന് വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ആരം, ദാറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ, ആൻഡ് ദിസ് triangle of angle alpha, and this is r1, the hypotenuse. So from the triangle, sin alpha is equal to rm by r1. So rm, that is our h, is equal to sin alpha r1. So നമ്മൾ ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get PA minus PB is equal to G into R1 into rho A minus rho B, that is density of liquid A minus density of liquid B into sin alpha. So this R1 sin alpha is the height H. So that is the pressure difference calculation with the inclined manometer. Once again നമുക്ക് എല്ലാതും ഒന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് മാനോമീറ്റർ ആണ്. സോ ബേസിക്കലി ദേ ആർ 3 ടൈപ്സ് ഓഫ് മാനോമീറ്റർ: സിമ്പിൾ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആൻഡ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ. ആൻഡ് സിമ്പിൾ മാനോമീറ്റർ 3 ടൈപ്സ് ഉണ്ട്, ദാറ്റ് ഈസ് പീസിയോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ. നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂട്യൂബ് മാനോമീറ്റർ ആണ്. ആൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആൾസോ ഹാവ് 2 ടൈപ്സ്, ദാറ്റ് ഈസ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സോ സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ പ്രഷർ, ഒരു ഫ്ലൂയിഡിൻ്റെ പെർട്ടിക്കുലർ പോയിൻറ്റ് പ്രഷർ മെഷർ ചെയ്യും. ബട്ട് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ 2 പോയിൻറ്റ് ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുക. ആൻഡ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മൈന്യൂട്ട് പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ സിമ്പിൾ മാനോമീറ്റർ പറഞ്ഞു. സിമ്പിൾ മാനോമീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂട്യൂബ് മാനോമീറ്റർ ആണ്. ആൻഡ് കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു, സിമ്പിൾ മാനോമീറ്റർ ഈസ് യു ഷേപ്ഡ് ആണ്, ആൻഡ് വി ഫിൽ 2 liquid A and B which are immiscible. Then we are calculating the pressure difference, that is by calculating determine the pressure at each point and equating them. So we get the final pressure difference, that is delta P is equal to P1 minus P2 equal to R into rho A minus rho B. And next നമ്മൾ കൺക്ലൂഡ് ചെയ്തു, ദാറ്റ് ഈസ് ഡെൽറ്റ പി നമുക്ക് ഇക്വേഷനിൽ കിട്ടും ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എം വാല്യൂ ആൻഡ് ഡയമെൻഷൻ ഓഫ് ദ ട്യൂബ്. ആൻഡ് ഡെൽറ്റ പി ലാർജ് ആണെങ്കിൽ വി യൂസ് മെർക്കുറി മാനോമീറ്റർ ആവും ലിക്വിഡ്. പിന്നെ ഡെൽറ്റ പി സ്മോൾ ആണെങ്കിൽ ആൽക്കഹോൾ, വാട്ടർ ഓർ കാർബൺ ടെട്രാക്ലോറൈഡ് ആവും മാനോമെറിക് ലിക്വിഡ്സ്. പിന്നെ നമ്മൾ അപ്ലിക്കേഷൻസ് പറഞ്ഞു. അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ മാനോമീറ്റർ, നമ്മൾ സിമ്പിൾ മാനോമീറ്റർ യൂസ്ഡ് ഇൻ മെഷറിംഗ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സ്. പിന്നെ സിമ്പിൾ മാനോമീറ്റർ helps in measuring assumption of gases. And simple manometer along with venturimeter or orifice meter we can measure the pressure head and velocity. And next നമ്മൾ സെക്കൻഡ് ടൈപ്പാണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അതും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 യൂട്യൂബ് ഫ്ലൂയിഡ് മാനോമീറ്റർ. അതിൽ നമ്മൾ 2 ലിക്വിഡ്സ് A and B ഫിൽ ചെയ്തിട്ടുണ്ട് വിച്ച് ഹാവ് ഡെൻസിറ്റി ഓൾമോസ്റ്റ് ഈക്വൽ. ആൻഡ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കുമ്പോൾ ഇതിന് 2 ചാമ്പേഴ്സ് ഉണ്ട്. And we calculate the pressure difference with same principle as used in simple manometer. Then we look the applications of simple manometer, and the main applications and importance is that calibration is not needed, and also it's extreme precise and have great sensitivity. Then the third last one is inclined manometer. Inclined manometer എന്ന് പറയുമ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് എ സിമ്പിൾ മാനോമീറ്റർ ആണ്. മൈന്യൂട്ട് പ്രഷർ ഡിഫറൻസ് ആണ് inclined മാനോമീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആൻഡ് ഒരു സിമ്പിൾ മാനോമീറ്റർ ഒരു ആം വെർട്ടിക്കൽ പൊസിഷനിൽ മറ്റേ ആം നമ്മൾ ഒരു ആൽഫ ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്തിട്ടും വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇൻക്ലൈൻഡ് മാനോമീറ്ററിൻ്റെ പ്രഷർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു യൂസിങ് എച്ച് റോ ജി, ആൻഡ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ എച്ച് ഇൻ ടേംസ് ഓഫ് സൈൻ ആൽഫ. So that's all about our types of manometer. Thank you.